അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പാചക വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പൊ പാചക വിശേഷങ്ങളില് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചക്കപ്പുഴുക്ക് വെക്കാം. ചക്കപ്പുഴുക്ക് മിക്കവർക്കും തന്നെ വെക്കാൻ അറിയാം. പക്ഷെ അറിയാൻ വയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അജിത ചേച്ചി ഉണ്ടാക്കുന്ന ചക്കപ്പുഴുക്ക് നോക്കി ഉണ്ടാക്കുക. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ്, ഞങ്ങളുടെ അമ്മയൊക്കെ വെക്കുന്ന സ്റ്റൈലാണ്. നമ്മൾ പണ്ടതല്ലേ വെച്ച് പഠിച്ചിരിക്കുന്ന രീതി. അപ്പൊ ആ സ്റ്റൈൽ പലരും പല രീതിയിലായിരിക്കും. പക്ഷെ ഞാൻ വെക്കുന്ന രീതി കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ആരെങ്കിലും ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. അപ്പൊ നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. വാ എല്ലാവരും വാ, നമുക്ക് ചക്കപ്പുഴുക്ക് റെഡിയാക്കി കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടാട്ടോ. പുട്ടും കടലക്കറിയൊക്കെ റെഡിയായി. കടലും കൂടെ വറുത്ത് കൊടുക്കാം. കരിവേപ്പില എടുത്തില്ല കേട്ടോ, ഭയങ്കര മഴ ഇവിടെ. അപ്പം കരിവേപ്പില എടുക്കാനായിട്ട് ഞാൻ പോയില്ല. മഴ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ക്യാമറയിലോട്ട് പുകയടിച്ച് പുകയല്ല ആവി അടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതായതാട്ടോ. അപ്പം നമ്മുടെ കടലക്കറിയും പുട്ടുമൊക്കെ റെഡിയായി. ഇനി കഴിച്ചാൽ മതി. കഴിച്ചു കഴിഞ്ഞ് നമ്മളിനി ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കണം. അങ്ങനെ നമുക്കൊരു ചക്ക കിട്ടി കേട്ടോ. ഇന്ന് നമ്മുടെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, ഇന്നലെ ചേട്ടൻ കൊണ്ടു തന്ന കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ചക്കപ്പുഴുക്ക് വെക്കാം. തയ്യാറായിരിക്കുക ചക്കപ്പുഴുക്ക് വെക്കാം. അപ്പം നമുക്കിതൊന്ന് മുറിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ചക്കയൊക്കെ വെട്ടിപ്പറിച്ചത് വെച്ചിരിക്കുന്ന കേട്ടോ. കണ്ടോ, ഒരു മുറിയെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചക്ക വെട്ടി മക്കളെ കയ്യും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതാ കുഴപ്പമില്ല, ഇത് വലിയ മുറിവൊന്നുമില്ല. ഇത് ഞാനിപ്പം കഴുകിയിട്ടൊക്കെ അങ്ങോട്ട് ഇനി ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. ചോര വന്നുകൊണ്ടിരിക്കുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഒരു കൂർക്ക മെഴുക്കുവരട്ടി കേട്ടോ. ഇവിടെ ഉച്ചക്കത്തെ കറികളിലൊന്നാണ് കൂർക്ക മെഴുക്കുവരട്ടി. പിന്നെ നമുക്ക് നമ്മുടെ നല്ല മുട്ടയുള്ള മത്തി കിട്ടിയായിരുന്നു. അപ്പം മത്തി നമുക്കൊരു കറി വെക്കാം കേട്ടോ. അപ്പം മാങ്ങയിട്ടല്ല, പുളിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊരു കറി വെക്കാം. നമ്മുടെ ചക്ക പുഴുക്കിനെ കൂട്ടിക്കഴിക്കാനായിട്ട് മത്തിക്കറി കൊതി വരുന്നില്ലേ കേട്ടിട്ട്. അപ്പം നമുക്കിത് ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിരിക്കുവാണ്. നമുക്കിതൊന്ന് ചേർത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റൗവിലേക്ക് വെക്കുക. അപ്പോൾ അതങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് കുറിച്ചി ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ കുറിച്ചി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മത്തി അല്ലായിരുന്നു. അപ്പം മത്തിയുടെ മുട്ട എടുത്തിട്ട് മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് സ്വാദിഷ്ടമായി നമ്മുടെ ചക്കത്തോരൻ വെക്കണം. ചക്കത്തോരൻ കുറേ പേർക്കൊക്കെ ചക്ക കുഴയെന്നൊക്കെ പറയും. അപ്പോൾ ഇത് വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ ചക്കപ്പുഴുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇത് ചക്കയൊക്കെ വേവിച്ചെടുക്കാം. കൊച്ചിന് അടുത്ത പരിപാടി ഇതാവട്ടെ. അതിനുള്ള അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു പച്ചമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രേ ചേർത്തിട്ടുള്ളൂ. ഇതിനകത്ത് കാന്താരി ചേർക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചക്കയൊന്ന് വേവിക്കാം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ശകലം കൂടെ അപ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ അടുത്തൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്കുണ്ടാക്കണ്ടേ. ചക്കപ്പുഴുക്കുണ്ടാക്കാനായിട്ട് നമുക്ക് ചക്കയൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ശകലം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇത് നമുക്കൊന്ന് ഇളക്കി അടച്ചു കൊടുക്കാം. കൊന്നിളക്കാം. ശകലം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ചക്ക പെട്ടെന്ന് വേകുമല്ലോ. ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റൈലാണ് കേട്ടോ, നിങ്ങളുടെ കോട്ടയം സ്റ്റൈലാണ് ചക്കപ്പുഴുക്ക്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. വേഗട്ടെ അവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് ചക്ക ഒന്ന് വെന്തോന്ന് നോക്കാം. ചക്ക വെന്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വേകുമല്ലോ. ഇതാക്കാം.
ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. തിന്ന് നോക്കേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ചക്കയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഈ അരപ്പുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചക്കപ്പുഴുക്കും മീൻകറി ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാങ്ങാച്ചാറോ അങ്ങനെയൊക്കെ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് അതും കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. ചക്കപ്പുഴുക്ക് നല്ലതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുഴയുന്ന ചക്ക ഇത് കേട്ടോ. നന്നായിട്ട് എന്ത് കുഴയുന്ന ചക്ക തന്നെ. ചേട്ടൻ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ മാത്രം കഴിക്കണം ഇത്. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. നമുക്ക് ഇത് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. എടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ല, ശകലം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തത് പോരായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മതി. കൂടിപ്പോയ പെസക. പിന്നെ നമുക്ക് 2-3 കരിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മഴയാണ് കഴിഞ്ഞാൽ, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് പെയ്യുന്നുമില്ല. മനുഷ്യനെ മെനക്കെടുത്തുന്ന മഴയെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മഴ കേട്ടോ. ചക്കപ്പുഴുക്ക് ആർക്കെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരിക കേട്ടോ. കുറേ നാളായി ചക്കപ്പുഴുക്ക് തിന്നണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ തിന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. മതി, ധാരാളം. വരുന്നേ, പ്ലേറ്റ് ഒന്ന് ഇട്ട്. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. നമുക്കിനി കഴിക്കാം. ഞാനേ മത്തിക്കറി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശകലം മത്തിക്കറിയും കൂടെ കൂട്ടി നമുക്ക് ഈ ചക്കപ്പുഴുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്താ ടേസ്റ്റ് അല്ലേ, നമുക്ക് നോക്കാം. കുറച്ചെടുക്കാം. ചൂടാണ് ഭയങ്കര, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ചൂട്. നമുക്കിതിൻ്റെ മീൻകറിയിലോട്ട് നമ്മുടെ മീൻകറി വെച്ച് കൊടുക്കാം. ചിലർ മീൻകറി വെച്ച് കഴിക്കും. എനിക്ക് മീൻകറി വെച്ച് കഴിക്കുന്ന ഇഷ്ടം കേട്ടോ. നമുക്ക് മീൻകറി മീനിലോട്ട് വീഴും. കൊതി വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ കൊതി വരുന്നുണ്ടോ? കണ്ട. അപ്പം നമ്മൾ മീൻകറി ഒഴിച്ചു. ഇതിൽ ഇച്ചിരി മീൻകറി വേണം, കഴുകിയിട്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. ചൂട് ചൂട് ചൂട്. എന്താ ടേസ്റ്റിന്ന് ഞാൻ ചോറുണ്ണത്തില്ല കേട്ടോ. ഇന്ന് ചക്കപ്പുഴുക്ക് കൊണ്ട് നമ്മൾ വിശപ്പ് അകറ്റുന്നതായിരിക്കും ഉച്ചയ്ക്ക്. അപ്പം കുറച്ച് ഒരു കുഞ്ഞു ചക്കയായിരുന്നു, പക്ഷെ നല്ല ചോള ഉണ്ടായിരുന്നു. എനിക്ക് പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പഴുക്ക നമ്മുടെ മോള് വരുമ്പം നമുക്ക് കൊടുക്കാം, നമുക്കിഷ്ടം. ഇത് പക്ഷെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ നേരത്തേക്ക് അപ്പോഴത്തേക്ക് പഴുക്കും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. അതാണ് ഞാനൊരു ശകലം എടുത്ത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയത്. ഒരുപാട് നാളായി ചക്കപ്പുഴുക്ക് തിന്നിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മീൻകറിയും കൂട്ടി പുഴുക്ക് കഴിക്കാനായിട്ട്. അപ്പം കൊതി കിട്ടത്തില്ലല്ലോ ആരും. ഇവിടെയൊക്കെ ചക്ക പ്ലാവൊക്കെ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ കുറവാട്ടോ. പിന്നെ നമുക്ക് എന്നും വെളിയിലിറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ചക്കയുണ്ട്. ഞങ്ങളുടെ ആ ജംഗ്ഷനിൽ എന്നും ചക്ക കൊണ്ടിട്ട് വിൽക്കുന്ന കാണാമേ. പക്ഷെ എനിക്കിത് വെട്ടിപ്പൊളിക്കുന്ന കാര്യം ഓർക്കുമ്പോഴത്തേക്ക് മടിയാ. കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കുക, ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് വെട്ടിപ്പൊളിക്കാൻ പാടാണ്, കടയിൽ നിന്ന് മുറിച്ച ചക്കയായിട്ട് എനിക്ക് പാടാട്ടോ. വെട്ടി മുറിച്ച് ഞാൻ കൈ മുറിച്ചു. പക്ഷേ കൈ മുറിക്കാൻ വേറെ കാരണമുണ്ട് കേട്ടോ. ചക്ക മുറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വേറെ പലയിടത്തോട്ടും എൻ്റെ ശ്രദ്ധ പോയി. അത് വലിയ അത്യാവശ്യ കാര്യത്തിനായിരുന്നു കേട്ടോ. കുറേ ഫോൺ കോളൊക്കെ വന്നു. അതിൻ്റെ പുറകെയൊക്കെ പോയപ്പോഴത്തേക്ക് ഈ ചക്ക മുറിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലാതായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ കൈ മുറിഞ്ഞത്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇച്ചിരിയേ മുറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ഉച്ച സമയമായിട്ടാണ് അത്ര ബ്ലഡ് വന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.